തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ദീപകിന്റെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ആ ഷിംജിതയുടെ കൂടെ നിന്നല്ലോ. എല്ലാവരും കൂടെ പക്ഷേ ഒരു കല്ലെറിയുന്ന സമയത്ത് കുടുംബത്തിന് ഒരു നാഥൻ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയും ഒരു അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ അപ്പോഴും അതെ അതെ അതിന് ബാക്കിയുള്ള എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യം ഞാൻ മരിച്ചുപോയ ആളെക്കാളും ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ അമ്മ കേൾക്കുന്നുണ്ടാവാം, അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിപ്പോൾ ഞാനൊരു ആക്ടിവിസ്റ്റ് ആയിട്ടാണല്ലോ കുറേ പേരൊക്കെ അംഗീകരിക്കുന്നത്. എനിക്ക് എൻ്റെതായ പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്. എനിക്ക് ചില ആളുകൾ കേൾക്കുന്നു പറഞ്ഞിട്ട് ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളെ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് പക്ഷെ നാളെ ഒരു ദീപക് ഉണ്ടാകരുത് എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ചിലയിടത്തെങ്കിലും ഒരു ഫേക്ക് അലിഗേഷൻ സംഭവിക്കാറുണ്ട്, ഫേക്ക് കേസുകൾ കൊടുക്കാറുണ്ട് ആളുകൾ. അപ്പോൾ അതിനെ നമുക്കൊന്ന് തടഞ്ഞു നിർത്താനായിട്ട് എങ്ങനെയായിരിക്കും സാധിക്കുക? ഒരു പക്ഷേ ശ്രീലക്ഷ്മി പോലുള്ള ആളുകളും കൂടി ഈ വിഷയത്തിൽ ദീപകിനൊപ്പം നിന്നിരുന്നെങ്കിൽ നാളെ ഫേക്കായിട്ടൊരു കേസ് കൊടുക്കാൻ വരുന്ന ഒരു മനുഷ്യന് ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും. ഇത്തരത്തിൽ സാമൂഹിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹിക പ്രതിസന്ധികളിൽ ആ വ്യക്തി കൂടി അതിനെ ഭയക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതിനെ ഒരു കരുതൽ കൂടി ആയിക്കൂടെ ഈ വിഷയത്തിൽ? ഈ ഫേക്ക് കേസുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിപ്പം ഈ രാഹുൽ ഈശ്വറും എല്ലാവരും ആരോപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ മാത്രമേ പുരുഷന്മാർക്കെതിരെ ഫേക്ക് കേസ് കൊടുക്കുന്നുള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇതൊരു ജെൻഡർ സംഭവമല്ല. ഫേക്ക് കേസുകൾ ജെൻഡർ സംബന്ധമായ കാര്യമല്ല. അത് സ്ഥലത്തിൻ്റെ കേസിൽ നടക്കുന്നുണ്ട്. കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പം അടിക്കാൻ പോയവനായിരിക്കും ആദ്യം പോയി അഡ്മിറ്റ് ആവുന്നുണ്ടാവുക. അങ്ങനെ എല്ലാ കേസിലും ഫേക്ക് കേസുകളുണ്ട്. അപ്പം ഫേക്ക് കേസുകൾ അന്വേഷിച്ച് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് മീഡിയയ്ക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരാൾക്കെതിരെ എന്തെങ്കിലും കേസ് വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനും ഒരു എന്താ പറയുക, ഒരു പബ്ലിക് ഫിഗറാണ്. അപ്പം എനിക്കെതിരെ അത് അവർ സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സെൻസേഷൻ അങ്ങനെയല്ല. ഒരു കാര്യത്തിൻ്റെ ഒരു മീഡിയയ്ക്കും ധർമ്മമുണ്ട്. മീഡിയ എന്ത് ചെയ്യണം? അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി റിപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ അവരതിനെ ന്യൂസ് വാല്യൂ ആക്കി അതിനെ വിറ്റ് അതിനെ TRP കൂട്ടി. ദീപകിന്റെ മരണത്തിൽ മീഡിയയ്ക്കും ഒരു പങ്കുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ആയി പറഞ്ഞ ഷിഞ്ചിത വീഡിയോ അപ്ലോഡ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ പല പ്രമുഖ ചാനലുകളും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ കേസ് എടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് മീഡിയക്കാരും ഇത്തരം വീഡിയോകളെ ആഘോഷിക്കാറുണ്ട് എന്നുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ശ്രീലക്ഷ്മി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും സാമൂഹിക ഇടങ്ങൾ ഒരു കോടതിയാകുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം അത് ഷിഞ്ചിതയും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാണ് ക്യാപ്ഷനിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ വിട്ടുകൊടുത്താൽ നീതി കിട്ടുമായിരുന്നു ഷിഞ്ചിതയ്ക്ക്? അങ്ങനെ വിട്ടുകൊടുത്താൽ നീതി കിട്ടില്ല. ഇപ്പം ഞാനും ആണെങ്കിലും കുറേ എനിക്കെതിരെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ ഫോട്ടോയും സ്ക്രീൻഷോട്ടും ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നു, അപ്പം നമുക്ക് എന്താ നിയമ സംവിധാനത്തിൽ പോയാൽ നീതി കിട്ടുമെന്ന് അവിടെയും സൈബർ എടുത്ത് ആക്രമിക്കപ്പെടുകയല്ലേ ഓപ്പോസിറ്റ്? അതെ. അപ്പം നമ്മൾ ആക്രമിക്കുമ്പോൾ കേട്ടാൽ അതേ വിഷമം, അതേ രീതിയിലുള്ള വിഷമം അയാൾക്കും കിട്ടണം. അതായത് നമ്മളെ ഒരാൾ 5000 പേര് ഒരുമിച്ചായിരിക്കും കമൻറ്റ് ഇടുന്നത്. അതിനകത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു കമൻറ്റ് ഇട്ടായിരിക്കും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുക. കാരണം അവരും അത് അറിയണം. എന്നെ 5000 പേര് ആക്രമിച്ചെങ്കിൽ അവരെ ഒരു 50 പേര് ചിലപ്പോൾ ആക്രമിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അവരും അതിൻ്റെ ടേസ്റ്റ് അറിയണം. ഇത് നമ്മളുടെ എന്താ പറയുക, ഒരു പകരം എന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? നിയമവ്യവസ്ഥയിൽ നമുക്കിവിടെ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ആ സപ്പോർട്ട് ഉണ്ടായി വരണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ നിയമ സംവിധാനം വലിയൊരു പരിമിതിയുണ്ട് എന്നാണ് അവരും പറയുന്നത്. കാരണം ഇവിടെ ഒരു പരാതി കിട്ടുന്ന സമയത്ത് മെറ്റയ്ക്ക് അത് അയച്ച് അത് തിരിച്ച് റിപ്ലൈ തന്ന് ഒരു 14 ദിവസത്തോളം ഗ്യാപ്പ് ആ വിഷയത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് അത് സാധാരണക്കാരന് മാത്രം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു മന്ത്രിയുടെ മകൾക്കോ ഇത് സംഭവിച്ചാൽ ഇത് സാധാരണ ഒരു 14 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദിവസമോ ഒരു മണിക്കൂറിനകത്തോ സൗദിയിലിരിക്കുന്ന ആളെ പോലും ഇവിടെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് പലപ്പോഴും ഈ സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്ന സമയത്ത് സ്ത്രീകൾ സംസാരിച്ചാൽ ആക്രമിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്, അല്ലേ? സ്ത്രീകളാണ് മറുപടി പറഞ്ഞതിൽ സ്ത്രീകളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അവിടെ സ്ത്രീപക്ഷം വാദിക്കുന്നു എന്ന് പറയാറുണ്ട്. എപ്പോഴെങ്കിലും ലൈഫിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സ്ത്രീ വാദങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പുരുഷനോടൊപ്പം നിൽക്കുകയോ പുരുഷൻ്റെ വാദങ്ങൾക്കൊപ്പം സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാനുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള പോക്സോ കേസ് കൊടുത്ത സമയത്ത് ഞാൻ അതിനകത്ത് ഇൻ്റർവൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇയാളെ ഊരിക്കൊണ്ട് പോരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം പറയുന്നത് ഇത് പോക്സോ കേസല്ലേ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ശ്രീലക്ഷ്മി? കാരണം അത് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് അവിടുത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഫേക്ക് ആയിട്ടുള്ള പോക്സോ കേസ് വരുമെന്ന് എനിക്ക് ഇൻഫർമേഷൻ ഫേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ എനിക്കെതിരെ പോക്സോ കേസ് വരുമെന്ന് പറഞ്ഞാൽ അത് ഫേക്ക് അല്ലേ? വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, അവിടുത്തെ ആ സിസ്റ്റത്തിൽ അവിടുത്തെ ആ പ്രിൻസിപ്പിൾ ഇതിന് മുമ്പും ഫേക്ക് പോക്സോ കേസുകൾ കൊടുത്ത് അതുപോലെ വേറെ കേസുകൾ കൊടുത്ത് ആൾക്കാരെ ഇതാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ ഇല്ല. ഞാൻ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പറയുമ്പോൾ ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു, റിസൈൻ ചെയ്ത് ഞാൻ വരുവാണ് ചെയ്തത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊരു ബുദ്ധിയുണ്ടല്ലോ. ആ ഒരു ബുദ്ധി ഒരു ഇൻ്റലക്ച്വൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും.
തീർച്ചയായിട്ടും. ഇപ്പം പക്ഷെ വേടൻ എന്ന് പറയുന്ന ഒരു നിരന്തരം ഈ പറഞ്ഞ കണക്ക് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്ന അതിജീവിതകളൊക്കെ തന്നെ നിരന്തരം കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു ആൾക്ക് സപ്പോർട്ട് നിരന്തരം കൊടുക്കുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ. അതെ അതെ. എങ്ങനെയാണ് വേടനെ നിങ്ങൾക്ക് ഒപ്പം ചേർത്ത് നിർത്താൻ സാധിക്കുന്നത്? കാരണം വേടൻ അത്രയും പെർഫെക്റ്റ് ആണെന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെ വേടൻ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ മാത്രം കണ്ടതിനപ്പുറത്തേക്ക് അയാൾ ഈ ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലും പ്രതിയല്ല എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്രതിയല്ല നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ പക്ഷേ അയാൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവയ്ക്കുമ്പോഴൊക്കെ തന്നെ അയാൾക്കൊപ്പം ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നു. ഞാൻ സപ്പോർട്ട് തന്നെയാണ്, വേടൻ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ വേടൻ അരുൺകുമാറിന്റെ ഇന്റർവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് റിപ്പോർട്ടറിനകത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് സ്ത്രീകളുള്ള സമീപനത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരുത്തി വരുന്ന ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ശ്രീലക്ഷ്മി വ്യക്തിപരമായ അഭിപ്രായം. അത് മാത്രമല്ല അതിനകത്ത് കൺസെന്റ് ഉള്ള സെക്സ് അങ്ങനത്തെ ഒക്കെ കുറെ എലമെന്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല അതെടുത്ത് യൂസ് ചെയ്യുന്ന നാളെ പൊളിറ്റിക്സ്. ഗോവിന്ദസ്വാമി ഈ പറഞ്ഞ കണക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് തന്റെ തെറ്റ് അംഗീകരിക്കുകയും തനിക്കൊപ്പം സമൂഹം നിൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ശ്രീലക്ഷ്മി ഇല്ല നിൽക്കില്ല. കാരണം എനിക്ക് ഗോവിന്ദസ്വാമിനെ പേഴ്സണലായിട്ട് അറിയില്ല. എനിക്ക് ഈ വേടനെ പേഴ്സണലായിട്ട് ഒത്തിരി കാലം മുന്നേ അറിയാം. വ്യക്തിപരമായിട്ട് അറിയുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുക. അതെ അതെ, വ്യക്തിപരമായിട്ടുള്ള അറിയുന്ന മനുഷ്യർക്കൊപ്പം നീതി അവരുടെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അവരുടെ കൂടെ നിൽക്കും. ഓക്കെ, അങ്ങനെ വ്യക്തിപരമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിനപ്പുറത്തേക്ക് കോടതിക്ക് ഒരു തീരുമാനമുണ്ടെന്നാണ്. നാളെ കോടതി വിധിക്കുകയാണ് വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്തോ ആ സാഹചര്യത്തിൽ വേടനെതിരെ സംസാരിക്കുമോ? വേടനെതിരെ സംസാരിക്കില്ല. കാരണം വേടൻ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ കോടതി എന്ന് പറയുന്നത് എന്താ പറയുക, അത്രയും ബയാസ്ഡ് അല്ലാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്തും ബയാസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേടന് വേണ്ടി ഇതിപ്പോൾ സവാദിനെ മാലയിട്ട് സ്വീകരിച്ച പോലെ മാല ഇടാനൊന്നും പോവില്ല. വേടൻ ജയിലിൽ പോവുകയാണെങ്കിൽ ജയിലിൽ പോകുമ്പോൾ ഞാനൊന്നും പറയാനൊന്നും പോകില്ല. തിരിച്ച് വരുമ്പോൾ വീട്ടിൽ പോയിട്ട് അവനെ കാണും, അത്ര തന്നെ. തീർച്ചയായിട്ടും അത് വ്യക്തിപരമായ ഒരു അഭിപ്രായം തന്നെയാണ്. സവാദിന്റെ വിഷയത്തിൽ ആദ്യ സമയത്ത് സവാദിനെതിരെ സംസാരിച്ച സ്ത്രീ ആക്രമിക്കപ്പെട്ടിരുന്നു. ശേഷം ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണ് ആ സ്ത്രീക്ക് ഒപ്പം നിൽക്കുന്നു എന്നും സമൂഹം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഒരു പക്ഷേ ആ രണ്ടാമത്തെ സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിരന്തരം ആക്രമിക്കപ്പെടുന്ന കൂട്ടത്തിൽ ആ തുടക്കത്തെ ആ സ്ത്രീ ഉണ്ടാവില്ലായിരുന്നു. സവാദിനെതിരെ ആദ്യം ആരോപിക്കപ്പെട്ട സ്ത്രീ, സവാദിനെതിരെ ആദ്യം ആരോപിക്കപ്പെട്ട സ്ത്രീയുടെ വസ്ത്രധാരണമൊക്കെ ഇവർക്ക് വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു മോഡലിംഗ് ചെയ്യുന്ന ആളെ കയറി അങ്ങ് പിടിക്കാം. മോഡലിംഗ് ചെയ്യുന്ന ആൾ എന്ത് സെക്ഷൽ അബ്യൂസും നേരിട്ടോണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇവിടെയുള്ള ആൾക്കാരുണ്ട്. വസ്ത്രമാണ് പ്രശ്നം എന്നൊക്കെയുള്ളത്. ഇപ്പം ചിലപ്പം ഒരു സോക്കോൾഡ് ചുരിദാറൊക്കെ ഇട്ട് പോയിരുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയേനെ. അപ്പം ആളുകൾ അവരുടെ എന്താ പറയുക മൊറാലിറ്റി വെച്ചുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹം അത്തരത്തിലുള്ളതായതുകൊണ്ട് പാട്രിയാർക്കൽ എലമെൻറ്റുകളുള്ള സമൂഹമായതുകൊണ്ട് ആ ഒരു മൊറാലിറ്റിയിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ബസ്സിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ബസ്സിൽ ഒരു അതിക്രമം ഏറ്റാൽ ഞങ്ങളൊക്കെ കൂടെ നിൽക്കില്ലേ, ഞങ്ങൾ പുരുഷന്മാർ കൂടെ നിൽക്കും, ഞങ്ങൾ സ്ത്രീകൾ കൂടെ നിൽക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിന് ശേഷം തന്നെ എനിക്കും പേഴ്സണലായിട്ട് ഒത്തിരി മെസ്സേജ് വന്നു. അതായത് കുറേ ആൾക്കാരിങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി, അപ്പം അവർ പ്രതികരിച്ചപ്പോഴും ആരും കൂടെ നിന്നില്ല, അവർ കണ്ടക്ടർ ഇറക്കി വഴിയിൽ വിട്ടു, ഇങ്ങനെയൊക്കെ. അത് അപ്പം നമ്മൾ ഇനിയെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പ്രതികരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ പറയുക കൂടെ നിൽക്കണം. എന്ന് വെച്ചാൽ അയാളെ തല്ലിക്കൊല്ലൊന്നും ചെയ്യരുത്, അത് വേറെ കാര്യം. എപ്പുറത്തൊരു മോബ് ലിഞ്ചിങ് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പം മോബ് ലിഞ്ചിങ് നടക്കുന്നു, ആരെയും തല്ലിക്കൊല്ലൊന്നും ചെയ്യരുത്. കറക്റ്റായിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ തീർപ്പാക്കുക, കൂടെ നിൽക്കുക. ഏത് ഭാഗത്താണ് രണ്ട് ഭാഗത്തും കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാകുന്നതാണ് നല്ലത്. ഒരു ഹെൽത്തി സമൂഹമൊക്കെ സ്വപ്നത്തിൽ മാത്രമെന്നാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ഒപ്പം അടുത്തിരുന്ന ഒരാൾ പോലും നമുക്ക് പലപ്പോഴും വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടില്ല എന്നുള്ള, നമ്മൾ കുടുംബത്ത് പോലും ഒരു പക്ഷേ സാധ്യതയില്ല എന്നുള്ളൊരു സ്വപ്നവും കൂടി നമുക്കിതിൽ കാണേണ്ടി വരും. ഈ ബസ്സിൽ യാത്ര ചെയ്തത് ഷിഞ്ചിത മാത്രമല്ല, തൊട്ടപ്പുറത്തേക്ക് തന്നെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ കൈകടയ്ക്ക് കേസ് കൊടുക്കുകയും ചെയ്തു. ഷിഞ്ചിത തൻ്റെ വീഡിയോ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതും ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്കൊപ്പം ഈ വിഷയത്തിൽ കൂടെ നിൽക്കാൻ സാധിക്കുമോ? കാരണം ഷിഞ്ചിത എന്ന് പറയുന്ന വ്യക്തി ആക്രമിക്കപ്പെടുന്നത് പോലെ തന്നെ ഒപ്പം നിന്ന കുട്ടിയാണ് തുടക്ക സമയത്ത് ആ ദീപക് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുള്ള ഒരു ആരോപണം ദീപകിനെതിരെയും ആ കുട്ടിക്കെതിരെയും സംഭവിച്ചിട്ടുണ്ട്. ആ കുട്ടി സൈബർ അടുത്ത് ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. കാരണം ആ കുട്ടിയുടെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ഒരു വീഡിയോയിൽ ആ വ്യക്തിയുടെ മുഖം വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ശ്രീലക്ഷ്മി അനുഭവിച്ച വ്യക്തി കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ ശ്രീലക്ഷ്മിക്ക് സാധിക്കുന്നുണ്ടോ? ആ കേസ് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇതിപ്പോൾ ചിലപ്പം ഈ ഷിംജിത ഇത് വീഡിയോ ഇടുമ്പോഴും ഇത്ര വലിയ സെൻസേഷണൽ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി, ഇതിനകത്ത് വന്ന പെൺകുട്ടിയും ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത്ര വലിയ സെൻസേഷണൽ ആവുമെന്ന്. ഇത് സെൻസേഷണൽ ആക്കി മാറ്റിയത് ഇവിടുത്തെ കുറേ ആൾക്കാർ ചേർന്നിട്ടാണ് ഭയങ്കരമായിട്ട് സെൻസേഷണൽ ആക്കി മാറ്റിയത്. അതിനകത്ത് മീഡിയയ്ക്ക് പങ്കുണ്ട്, ഇവിടുത്തെ പുരുഷ കമ്മീഷൻ വേണ്ടി വാദിക്കുന്ന ആൾക്കാർക്ക് പങ്കുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ ആ ഒത്തിരി ആൾക്കാർ ഇടപെടുമ്പം ഒരു പെൺകുട്ടി എങ്ങനെയാണ് സ്വമേധയാ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇന്നലെ കൂടെ ഒരാൾ പറഞ്ഞു, ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ 2 ദിവസം മുന്നേ അവൻ്റെ ഒരു കൂട്ടുകാരി പോയപ്പം കുറേ ആമ്പിള്ളേർ കയറി കൈക്ക് പിടിച്ചു, അവൾ കുതറി ഓടി, എന്നിട്ട് അവൾ എങ്ങനെയോ കയറി കാറിൽ കയറിയിട്ട്
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.